അബ്ലഞ്ഞക്കി ജോൺസേ, അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ? അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ? ടിഷു ഇവിടെ വന്നേ. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞു? ചോദിക്കട്ടെ? അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ? നമ്മളിപ്പോ എവിടെയാന്നറിയോ ജോൺസിന്? എവിടെ എവിടെ ഇതെവിടെയാ? പറ, എവിടെയാ ഇത്? പാർക്കോ? ഇത് പാർക്കല്ലടാ. ഇത് അപ്പ പഠിച്ച സ്കൂള്, സോറി അപ്പ പഠിച്ച കോളേജ്. എന്താ അപ്പ പഠിച്ച കോളേജാണോ? ഇത് അപ്പ പഠിച്ച കോളേജ്. അടങ്ങി വന്നേ കുഞ്ഞു, ഇവിടെ വാ. അപ്പ പറയട്ടെ. അയ്യോ, അപ്പ പറയട്ടെ, നമുക്ക് പോവാൻ, കാണാൻ പോവാം. ഇത് അപ്പ പഠിച്ച കോളേജ്. നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? അത് പറഞ്ഞേ, നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? പറഞ്ഞേടാ. അമ്മ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ. പോയി, അങ്ങനെ അതും പോയി. ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ത്രേസ്യാമ്മ ഒരു ക്ലാസ് എടുക്കാനായിട്ട് നിർമ്മല കോളേജ് വന്നിട്ടുണ്ട്. ഞാൻ പഠിച്ച കോളേജാണ്. അപ്പോൾ കോളേജ് ഒന്ന് കണ്ടാലോ? പോലീസ് അല്ല, അത് NCC കേഡറ്റ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരുന്നിടത്തുനിന്ന് തന്നെ നമ്മുടെ കോളേജ് അങ്ങോട്ട് കാണാനുള്ള ഒരു യാത്ര തുടങ്ങാം. നമ്മൾ നേരെ പോകുന്നത് മെയിനായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇവിടെ NCC കേഡറ്റ്സിനെ കാണാം. അവരുടെ പരേഡും പരിപാടികളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് നിർമ്മല കോളേജിൻ്റെ ലൈബ്രറി. ജോണൂസ് വെയിലൊക്കെ കൊണ്ട് മടുത്തു എന്ന് തോന്നുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവർ വല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് കെട്ടിയിരിക്കുന്നതാണെന്നറിയില്ല. ഒരു തോരണം പോലെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് പക്ഷെ അത് ഇങ്ങനെ കാണാനായിട്ട്. അതുപോലെ ഇവിടെ നമുക്ക് കാണാം കുട്ടികൾക്ക് ഇരുന്ന് വായിക്കാനൊക്കെയുള്ള ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് തണലത്ത്. ഇതാണ് നിർമ്മല മാതാവിൻ്റെ രൂപമാണത്. നിർമ്മല കോളേജിൻ്റെ ഓഡിറ്റോറിയമാണ് ആ കാണുന്നത്. പിന്നെ ഇതേ കാണുന്നതാണ് മെയിൻ ബ്ലോക്ക്. ഈ കാണുന്ന സ്റ്റാറിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ കോളേജിലെ എല്ലാ കുട്ടികളുടെയും ഫോട്ടോ ഈ സ്റ്റാറിൻ്റെ ഉള്ളിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു കഫറ്റീരിയ. ഞങ്ങൾ എല്ലാ ഈ പറഞ്ഞ ബ്രേക്കിലും വന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന അവസാനം ചായക്ക് ഒരു അഡിക്ഷൻ വരെ ആയി മാറിയ ഒരു സ്ഥലമാണിത്. ഈ വലതുവശത്ത് കാണുന്നതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ മെയിൻ വാതിൽ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആ ഒരു മെയിൻ ബ്ലോക്കിലേക്കുള്ള എൻട്രൻസ് ആണ്. എന്താ കാക്ക അവിടെ? കാക്കനെ തൊട്ട് നോക്കണോ? കാക്ക പറന്നു പോയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പിടിക്കാനോ? പറന്നു പോണ കാക്കേനോ? കാക്ക പറന്നതിനെ പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഈ കാണുന്ന ഭാഗത്തായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രിൻസിപ്പലിൻ്റെ റൂം. നേരെ കാണുന്ന ആ വാതിലായിരുന്നു പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് റൂം. പിന്നെ ഈ കാണുന്നത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസുകളും കാര്യങ്ങളൊക്കെയാണ്. റൈറ്റ് സൈഡിലേക്കാണ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ്. അതായത് നമ്മൾ താഴേന്ന് നോക്കുമ്പോൾ നിർമ്മല കോളേജിൻ്റെ മെയിൻ എൻട്രൻസ് കാണുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. എൻ്റെ മമ്മിയും പെങ്ങളും പിന്നെ അമ്മാവനും ഇവിടെ തന്നെയാണ് പഠിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോണൂസിൻ്റെ മമ്മി പഠിച്ചുകൊണ്ടിരുന്ന സമയത്തേ അവിടെ വലിയൊരു സ്റ്റേജ് ആയിരുന്നു. ഇപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് വന്നു, കണ്ടോ? പണ്ടത്തെ ആ ഒരു ബിൽഡിംഗ് അങ്ങനെ തന്നെ അവർ നിലനിർത്തിയിരിക്കുകയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു. ഏകദേശം ഒരു 120ഓളം 125ഓളം സ്റ്റെപ്പും കണ്ടുണ്ട് ഈ താഴത്തേക്കുള്ളത്. നേരെ വട്ടം തിരിഞ്ഞ് നോക്കുമ്പോൾ ഗാന്ധിജിയുടെ നല്ലൊരു പ്രതിമ കാണാം. നല്ല ഭംഗിയായിട്ട് അത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കോളേജിൽ. ഞങ്ങൾ പഠിച്ചതിനേക്കാളും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ ബിൽഡിങ്സ് ഒക്കെ വന്നു. പക്ഷെ എന്നാലും ആ ഒരു ഭംഗി അങ്ങനെ തന്നെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഏരിയക്ക് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നുന്നത്. ബേബി മീമിയാണോ അത്? മമ്മി മീമി. ഇനി ഡാഡി മീമി ഏതാ? അത് ഡാഡി മീമി. ഏതാ മമ്മി മീമി? അപ്പൊ ബേബി മീമി ഏതാ? ബേബി മീമി. നമുക്ക് മോളിൽ പോവാം. അങ്ങ് ദൂരെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് കാണാം. അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഫിസിക്സ് ലാബ്.
നമുക്കെന്തായാലും ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും അവിടെ തന്നെയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ജോൺസേ അപ്പ പഠിച്ചതേ ഇവിടെയായിരുന്നു അപ്പയുടെ ക്ലാസ്. ഞാൻ പഠിച്ച ക്ലാസ് മുറി കാണിച്ചു തരാം. പക്ഷേ ഇതിവിടെ ഇപ്പോൾ യെസ്, ഇതാണ് BSc ഫിസിക്സിൻ്റെ ക്ലാസ് റൂം. കണ്ട, ഇവിടെയായിരുന്നു ഞാൻ ഡിഗ്രി പഠിച്ച ക്ലാസ്. ശരിക്കും ഭയങ്കര നൊസ്റ്റാൾജി. എനിക്ക് ഇവിടെ എന്തൊക്കെയോ തോന്നുന്നത്. ഇവിടെ ഇതൊക്കെ ഞാൻ വരുന്നത് പഠിച്ച ക്ലാസ്സാണ്. ഇത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെയായിരുന്നു, എക്കണോമിക്സുകാരും ഫിസിക്സുകാരും. ഇത് ഫിസിക്സിൻ്റെ ക്ലാസ്, ഇത് ഇലക്ട്രോണിക്സുകാരുടെ ക്ലാസ്. അങ്ങനെ ഇവിടെയാണ് ഞാൻ ഇരുന്ന് പഠിച്ചത്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് വോളിബോൾ കോർട്ട്, അതായത് ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് വോളിബോളെ കാണാം. ഇവിടെ ഒരു മരമൊക്കെ വന്നത് മറഞ്ഞു, പക്ഷെ എന്നാലും കാണാൻ പറ്റും നന്നായിട്ട്. ഇത് താഴെ കാണുന്നതാണ് വലിയ ഗ്രൗണ്ട്. ഇതാണ് വോളിബോൾ കോർട്ട്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല രസമാണ്. ദൂരേക്കുള്ള കാഴ്ചകളൊക്കെ ഇവിടുന്ന് കാണാം. നല്ല ഹൈറ്റിലാണ് ഈ കോളേജ് ഇരിക്കണേ. അപ്പോൾ താഴെ ഇറങ്ങടാ കുഞ്ഞു, താഴെ ഇറങ്ങടാ. അയ്യോ കേറല്ലേ, താഴെ വീഴും. ഞങ്ങൾ പഠിക്കുമ്പോഴും ഈ കുളവും ഈ പ്രാവിൻ കൂടൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്നാണ് ഒരു സ്റ്റേജിൽ കയറാൻ തന്നെ പഠിച്ചത്. ഇതാണ് ആ ഓഡിറ്റോറിയം. ഇപ്പോൾ നിലവിൽ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്കിത് അങ്ങനെ ഫുള്ളായിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ സ്റ്റേജും ഓഡിറ്റോറിയം ഒക്കെ. ഈ സ്റ്റേജിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. ഇതാണ് ആ ഓഡിറ്റോറിയം. ഈ ഓഡിറ്റോറിയവും ബാൽക്കണിയും പിന്നെ ഈ വരാന്തയൊക്കെ നിറച്ച് കുട്ടികളായിരിക്കും ആ സമയത്ത് കോളേജിലേക്കും ഒക്കെ. ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു വികാരമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ പാടുക. പുതിയ ബ്ലോക്കുകളാണ്. നേരത്തെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ അവസാനിക്കുകയായിരുന്നു. ഇതെല്ലാം പുതിയ ബ്ലോക്കുകൾ പണിത് ഇവിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും കാര്യങ്ങളെല്ലാം. ഞങ്ങളങ്ങനെ പ്രിൻസിപ്പൽ അച്ഛൻ്റെ റൂമിൽ പോയി. കണ്ണാടൻ അച്ഛൻ ഞങ്ങളുടെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ ത്രേസ്യാമയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന കേക്ക് എൻ്റെ കയ്യിൽ തന്നു. ബേഡ്സിന്റെ അടുത്തേക്ക് പോണോ? അയ്യോ, ബേഡ്സ് ഒക്കെ പറന്നു പോയിട്ടുണ്ടാവുമല്ലോ. പോയി നോക്കണോ? ഒന്നുകൂടെ പോയി നോക്കാം അല്ലേ? ഒന്നുകൂടെ ബേഡ്സിനെ കാണാൻ പോയല്ലോ. ഓക്കെ, ജോണൂസിന് ഒന്നും കൂടി ഞാൻ ആ പ്രാവുകളൊക്കെ കാണിച്ചു. എന്നിട്ട് നമുക്ക് ലൈബ്രറി ഒന്ന് കാണാം. ഇതാണ് നിർമ്മല കോളേജിൻ്റെ ലൈബ്രറി. ഒത്തിരി പുസ്തകങ്ങളുള്ളൊരു ലൈബ്രറിയാണ്. കയറി വരുമ്പോൾ തന്നെ വേറൊരു വൈബാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതലുള്ള പിക്ചർ ഗാന്ധിജിയുടെ ആയിരിക്കും. നമുക്ക് സൂക്ഷിച്ചൊക്കെ കാണാൻ പറ്റും. ഗാന്ധിജിയുടെ പടങ്ങളാണ് ഈ ചുവരിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ പടങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കുറവ് വന്നിട്ടുള്ള സ്ഥലം ഈ ലൈബ്രറി ആയിരിക്കും എന്തായാലും. പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ല, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ആ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കിരുന്ന് വായിക്കാനുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ ഒരു വീൽ ചെയറൊക്കെ നമുക്കവിടെ കാണാം. ക്യാൻറ്റീനിൽ പോകാം. ക്യാൻറ്റീനിൽ പോയിട്ട് നമുക്ക് പാപ്പു തിന്നാലോ? പാപ്പു വേണോ? അപ്പോൾ കുറേ പാപ്പു തിന്നിട്ടുള്ള ക്യാൻറ്റീനാണ്. നമുക്ക് പോയാലോ? വാ. എടുത്ത് കിടന്ന് അപ്പം അടുത്തു, നിനക്കറിയോ? അടുത്തു കുഴപ്പമില്ലാട്ടാ, അപ്പം എടുക്കാട്ടാ. അതുകൊണ്ട് കുറേ ബൈക്കുകളൊക്കെ വെക്കുന്ന സ്ഥലം. ഒഴിച്ചോടോ, ക്യാൻറ്റീൻ പൂട്ടിയിട്ടേക്കടാ ജോണൂസേ. നമുക്ക് മോളിൽ പോയിട്ട് വേറെ എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ക്യാൻറ്റീനിലേക്കുള്ള പോക്ക് മുടങ്ങിയിരിക്കുകയാണ്. ഇന്നിവിടെ സാറ്റർഡേ ആണ്. ഇവിടെ പഠിച്ചിട്ട് MG യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് മേടിച്ചിട്ടുള്ള കുട്ടികളുടെ പടങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഈ ഒരു ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം മുമ്പ് വേക്കൻ്റ് ആയിട്ട് കിടന്നാണ്. ഈ ഒരു പോർഷൻ ഇതാണ്. അതായത്
അപ്പോൾ ഇത് മുമ്പ് വേക്കൻ്റ് ആയിട്ട് കിടന്നപ്പോൾ ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ആയിട്ട് ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ സ്റ്റിൽ ആ മരം പോയിട്ടും ഈ ബിൽഡിംഗ് ഒന്നും ഉണ്ടാവണം. നല്ല തണുപ്പും നല്ല എന്താ പറയുക തണലൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ടുകളിലേക്കൊക്കെ പോകുന്ന എന്താ പറയുക വഴി. ഞങ്ങളുടെ ഒരു സ്ഥിരം സ്ഥലമായിരുന്നു ഇത്. ഈ കാണുന്ന സ്ഥലത്ത് ഞങ്ങൾ, അതായത് ഈ ഗാലറി പോലത്തെ, ഗാലറി ഒന്നും പറയാൻ പറ്റില്ല, ഇപ്പോൾ അത് ആകെ എന്താ പറയുക ഇലകളും പുല്ലുകളൊക്കെ ആയിട്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. ഇവിടെ വോളിബോൾ ടൂർണമെൻറ്റുകൾ നടക്കുമ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ വോളിബോൾ ടീം ഒരു രക്ഷ ഉണ്ടായില്ല. മാത്രമല്ല ഞങ്ങളുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ക്ലാസ്സിൻ്റെ ആ കാണുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്നിരുന്നിട്ട് പലപ്പോഴും ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് വന്നിരുന്ന് അവരൊക്കെ മിസ്സായിട്ട് ഞങ്ങൾ കുറേ ചീത്തവിളികളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ താഴെ കാണുന്നതാണ് ഫുട്ബോൾ ഗ്രൗണ്ട്. ഇതാ കാണുന്നത് അതാണ് ഫുട്ബോൾ ഗ്രൗണ്ട്. ഇതാണ് വോളിബോൾ കോർട്ട്. പക്ഷേ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു മെയിൻ സ്ഥലം. ഞങ്ങൾ കുറേ ഇവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അയ്യോ ഇറങ്ങണ്ട, വീഴും. ചിലപ്പോൾ വീണാലോ? വീഴുമോ? ഓക്കെ. ജോണുൻ എന്തായാലും സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ തന്നെ ഒരു കോളേജിൻ്റെ ക്യാമ്പസ് ഫുള്ള് കറങ്ങാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. കണ്ടില്ല, ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ജോണൂസ് ഭാവിയിലൂടെ പഠിക്കാവുക. എന്തായാലും ഞാനും ഈ കോളേജിൽ പഠിക്കുന്നതിന് മുമ്പ് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ചേച്ചി ഇവിടെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനും ഇവിടെ വന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്, ഞാൻ +2 പഠിക്കുന്ന സമയത്ത്. പക്ഷെ അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഈ കോളേജിൽ പഠിക്കുമെന്നുള്ളത്. അങ്ങനെ ഇവനും പറ്റുമെങ്കിൽ ഇവിടെ പഠിക്കട്ടെ. ജോണൂസ് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. അല്ല ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ ജോണ് കളിക്കാൻ, ഇല്ലടാ? നമ്മളിനി എന്ത് ചെയ്യും? അയ്യോ കൊല്ലണ്ട, പാവല്ലേ കുഞ്ഞു പൂച്ച. നമ്മുടെ എഞ്ചിൻ റൂമിനകത്ത് ഒരു പൂച്ച കുഞ്ഞ് പെട്ടിട്ടുണ്ട്. പൂച്ച എന്ത് ചെയ്യാ? പൂച്ചയോട് പോവാൻ പറയണല്ലേ? നമുക്ക് പറയാട്ടോ പൂച്ചയോട്. ആ പൂച്ച പോ 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 പൂച്ചയോട് പോവാൻ പറഞ്ഞു. പൂച്ചാന്ന് പറ. ജോണ് പേടിച്ചു പോയാ? എഞ്ചിൻ റൂമിനുള്ളിൽ പൂച്ച കുടുങ്ങിയിരിപ്പുണ്ട്. എന്ത് ചെയ്യുമെന്നറിയില്ല, നോക്കട്ടെ. അങ്ങനെ എഞ്ചിൻ റൂമിലിരുന്ന പൂച്ചേനെയൊക്കെ ഒരു വിധത്തിൽ പുറത്ത് ചാടിച്ചു. പയ്യെ ഒരു കമ്പിട്ട് ഒന്ന് അനക്കി നോക്കിയപ്പോൾ പൂച്ചക്കുഞ്ഞ് ചാടിപ്പോയി. എന്തായാലും പൂച്ചേനെ അധികം ഉപദ്രവിക്കേണ്ടൊന്നും വന്നില്ല. എന്താ ചെയ്യണേ? തലയിലേക്ക് AC അടിപ്പിക്കണോ? ആണോടാ? എന്ത് തലയില് നല്ല എന്താണല്ലേ? തലയില് തണുപ്പാണോ? നല്ല സുഖം തണുപ്പ്. എങ്ങനെ തലയിലെന്താ തണുപ്പ്? നമ്മൾ പഠിച്ച സ്കൂളും കോളേജും ഒക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട കോളേജാണിത്, നിർമ്മല കോളേജ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് സ്ഥലങ്ങൾ എനിക്ക് ഈ ഒരു സമയത്ത്, അതായത് ത്രേസ്യാമ ക്ലാസ് എടുക്കുന്ന ഒരു 3/4 മണിക്കൂർ സമയം കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഈ കോളേജിൻ്റെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള നല്ല രസമുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തരും. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.